നമസ്കാരം. ദേശീയ വാർത്തയിലേക്ക് സ്വാഗതം. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന പ്രതി ഹരികുമാറിന് മാത്രമേ ഈ കൃത്യത്തിൽ പങ്കുള്ളൂവെന്ന് പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നു. നേരത്തെയും പ്രതി ഈ കുഞ്ഞിനെ ഈ വിധം മർദ്ദിച്ചിരുന്നതായി പോലീസിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കുറ്റം ചെയ്തെന്ന് സമ്മതിച്ചെങ്കിലും അതിൻ്റെ കാരണം പ്രതി മാറ്റിപ്പറയുന്നതിനാലാണ് പോലീസ് ഇപ്പോഴും ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ പോലീസ് 5 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടും. അതേസമയം അമ്മ ശ്രീധുവിനെ വിട്ടയച്ചെങ്കിലും വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. നിലവിൽ ശ്രീധു പൂജപ്പുര വനിതാ മന്ദിരത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. കൂട്ടിക്കൊണ്ടുപോകാൻ ആരും എത്താത്തതിനാലാണ് വനിതാ മന്ദിരത്തിലേക്ക് മാറ്റിയത്. ബാലരാമപുരം സ്വദേശികളായ ശ്രീധുവിൻ്റെയും ശ്രീജിത്തിൻ്റെയും 2 വയസ്സുകാരിയായ മകളാണ് ദേവേന്ദു. വ്യാഴാഴ്ച പുലർച്ചെ കുഞ്ഞിനെ കാണാനിരുന്ന പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാവിലെ 8:15 കുഞ്ഞിൻ്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ നിന്നും കണ്ടെടുത്തത്. കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്നതാണെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. കുഞ്ഞിനെ കൊലപ്പെടുത്താൻ അമ്മ ശ്രീധുവിൻ്റെ സഹായം ഇയാൾക്ക് ലഭിച്ചതായും സൂചനയുണ്ട്. ശ്രീധുവിൻ്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും സഹോദരൻ ഹരികുമാറുമായുള്ള ചാറ്റുകളിൽ നിന്ന് നിർണായക വിവരമാണ് ലഭിച്ചത്. ശ്രീധുവിൻ്റെ മൊഴിയിൽ തുടക്കത്തിൽ തന്നെ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അച്ഛനൊപ്പമായിരുന്നു കുട്ടിയെ ഉറക്കാൻ കിടത്തിയതെന്നായിരുന്നു ശ്രീധു നൽകിയ മൊഴി. എന്നാൽ അച്ഛൻ ശ്രീജിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ അമ്മയ്ക്കൊപ്പമായിരുന്നു കുട്ടിയെന്നാണ് വെളിപ്പെടുത്തലുണ്ടായിരുന്നത്. ആൺസുഹൃത്തിൻ്റെ ക്രൂരമായ ആക്രമണത്തിനിരയായ ചോറ്റാനിക്കലിലെ പോക്സോ കേസ് അതിജീവിത മരിച്ചു. ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം സംഭവിച്ചത്. ചോറ്റാനിക്കരയ്ക്ക് സമീപമുള്ള വീട്ടിലാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച 19-കാരിയെ വീട്ടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. വീട്ടിനുള്ളിൽ കഴുത്തിൽ കയർ മുറുക്കി പരിക്കേറ്റ പെൺകുട്ടിയുടെ കയ്യിൽ മുറിവേറ്റ് ഉറുമ്പരിക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. അർദ്ധനഗ്നാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയെ ചോറ്റാനിക്കര പോലീസും ബന്ധുക്കളും ചേർന്ന് തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ മാറ്റുകയായിരുന്നു. സംഭവത്തിൽ പ്രതിയായ സുഹൃത്ത് അനൂപിനെ ബുധനാഴ്ച രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ വധശ്രമ കുറ്റവും ബലാത്സംഗ കുറ്റവുമാണ് പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കനത്ത പോലീസ് സാന്നിധ്യത്തിലാണ് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. പെൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ ശനിയാഴ്ചയാണ് ഇയാൾ എത്തിയതെന്നാണ് വിവരം. വാക്കുതർക്കത്തിനൊടുവിൽ ഇയാൾ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തല ഇയാൾ ഭിത്തിയിലിടിക്കുകയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വേദന കൊണ്ട് പുളഞ്ഞ പെൺകുട്ടിയോട് ചത്തൂടെ എന്ന് ചോദിച്ചതായും പോലീസ് പറഞ്ഞു. ഇതിനുശേഷം പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി യുവാവ് പോലീസിന് മൊഴി നൽകി. ഷാളിൽ തൂങ്ങി മരണവിപ്രാളമായതിലൂടെ താൻ ഷാൾ മുറിച്ചുവെന്നും തുടർന്ന് അവളെ ഉപദ്രവിച്ചുവെന്നും പിന്നീട് മരിച്ചെന്ന് കരുതി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു.